നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 15-ാം തീയതി, 1201 ആണ്ട് മിഥുന മാസം 31-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന നക്ഷത്രമാണ്. ഇപ്പോൾ പൂയ നക്ഷത്രം ബുധനാഴ്ച രണ്ട് ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. അതായത് നല്ലൊരു ദിവസത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ഒരു ദിവസത്തെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ശുഭഫലങ്ങൾക്ക് ഈ ദിവസം അനുകൂലപ്രദമാണ്. അപ്പോൾ എന്ത് ശുഭകാര്യവും ചെയ്യാം. ഒരു പുതിയ സംരംഭത്തിന് ഇറങ്ങാനാവട്ടെ, എന്തെങ്കിലും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനാവട്ടെ, ആപ്ലിക്കേഷൻ കൊടുക്കാനാവട്ടെ, എഗ്രിമെൻ്റ് ഒപ്പിടാനാവട്ടെ, ഒക്കെ അനുകൂലപ്രദമായ ഒരു ദിവസമാണ്. പഠിക്കുന്ന കുട്ടികളാവട്ടെ, വിദ്യാപരമായി ഉയർന്ന വിദ്യാഭ്യാസത്തിന് ശ്രമിക്കാനാവട്ടെ, ജോലിക്ക് ശ്രമിക്കാനാവട്ടെ, അതുപോലെ പഠിത്തം ദൂര സ്ഥലത്തേക്ക് പോയി പഠിക്കാൻ ഹയർ സ്റ്റഡീസിനാവട്ടെ ഒക്കെ അനുകൂലപ്രദമായ ഒരു ദിവസമാണ്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ദിവസം നമുക്ക് ഇന്ന് കൊള്ളൂല്ലെങ്കിൽ നാളെ നമുക്ക് ഓരോ കാര്യത്തിന് എടുക്കാം. പക്ഷേ ഒരു വർഷം നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് ജന്മദിനം കൊണ്ട്. മിഥുന മാസത്തിലെ പൂയ നക്ഷത്രം വന്നിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്നവരാവട്ടെ ഉദ്യോഗ കയറ്റം കിട്ടും. പുതിയ എന്തെങ്കിലും സംരംഭം ചെയ്യാൻ തുടങ്ങുന്നവർക്ക് അതിന് അനുകൂലപ്രദമായ സാഹചര്യം ഒരുങ്ങും. അതായത് വിജയിക്കും. അപ്പോൾ നമ്മൾ പഠിത്ത കാര്യത്തിലാവട്ടെ, അതുപോലെ ജോലിക്കാവട്ടെ, ബിസിനസ് ചെയ്യാനാവട്ടെ, മറ്റ് ശുഭകാര്യങ്ങൾ ഒരുപാട് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ശുഭകാര്യങ്ങൾക്കാവട്ടെ അനുകൂലപ്രദമായ സാഹചര്യം ഒരുങ്ങുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചുകൊള്ളുക. ഇന്നും ഓരോ നല്ല ദിവസമാണ് എങ്കിൽ പോലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ചില സമയങ്ങൾ ഒഴിവാക്കണം. നല്ല ദിവസമാണ് എങ്കിലും നമ്മൾ ഒരു യാത്ര തുടങ്ങാൻ പോകുന്ന സമയത്ത് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാല സമയം വരുന്നത് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ജാതകപ്രകാരം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം ആരംഭിക്കുന്നത് കറക്റ്റ് 12 മണിക്കല്ല. ഇന്ന് രാഹുകാല സമയം 12:30 ആരംഭിക്കുകയുള്ളൂ. 30 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടേ രാഹുകാലം തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ രാഹുകാലം 12 മണിക്ക് എന്നാണെന്ന് വിചാരിച്ചിട്ട് അയ്യോ 12:10 രാഹുകാലം തുടങ്ങി എന്ന് പറഞ്ഞിരിക്കരുത്. 12:30 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 2 മണി 4 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട് താനും. അപ്പോൾ 1:30 മണിയായി അയ്യോ രാഹുകാലം തീർന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങിയാൽ അത് കറക്റ്റ് രാഹുകാലത്തായിരിക്കും. അതുകൊണ്ടാണ് ഈ രാഹുകാല സമയത്തെ പറഞ്ഞു തരണേ. അത് ശുഭയാത്രയ്ക്ക് ഓരോ കാര്യങ്ങൾക്ക് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ആണ് രാഹുകാലം നോക്കണം. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാഹുകാലം ഒന്നും നോക്കേണ്ടതില്ല. വീട്ടിൽ നിന്ന് ശുഭയാത്രയ്ക്ക്, ദൂരയാത്രകൾ ചെയ്യാൻ, ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാൻ ഒക്കെ രാഹുകാലം ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും. അതിൽ ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം, ഗുളികൻ നിൽക്കുന്ന സമയം 10 മണി 56 മിനിറ്റ് തൊട്ട്
ഗുളികൻ്റെ ഉദയം തുടങ്ങും. 12:30 വരെ ഗുളികൻ ഉദിച്ച് നിൽക്കും. അപ്പോൾ അതാ ഗുളികൻ്റെ പ്രകാശം നമ്മളിലേക്ക് പതിയും. അപ്പോൾ എന്തു ചെയ്യും? ഗുളികൻ നിന്ന ഭാവം അനർത്ഥമായി ഭവിക്കും. അപ്പോൾ അനർത്ഥങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ആ സമയത്തെ ഒഴിവാക്കുക. അതുപോലെ യമകണ്ഠകാല സമയം 7:48 തൊട്ട് 9:22 വരെ യമകണ്ഠകാല സമയം. ഈ 2 സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ നമുക്ക് ഏത് ദോഷഭാവത്തെയും മാറ്റാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, അഭിജിത്ത് മുഹൂർത്തം. എല്ലാ ദിവസവും ഉണ്ട് 48 മിനിറ്റ് നേരം. ഇന്നും അഭിജിത്ത് മുഹൂർത്തം സ്റ്റാർട്ട് ചെയ്യണത് ശരിക്ക് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം 12:06 തൊട്ട് 12:54 വരെ 48 മിനിറ്റ് ഉള്ളതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റേ കൊള്ളാതെ ഉള്ളൂ. ഈ സമയം എന്ത് ശുഭകാര്യത്തിനും എടുക്കാം. അതുപോലെ ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രധാനമായിട്ട് പച്ച കളർ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണ്ട് പച്ച കളറ് ഉപയോഗിക്കുക. അത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്ന് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും ഇല്ലാതെ ഉള്ളവർക്കും ദിവസം അനുകൂലപ്രദമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.